കേസിൽ അതിവേഗം അന്വേഷണം നടത്തി അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് സെബി. സെബി എന്നാൽ രാജ്യത്തെ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതേ സെബി അദാനി ഗ്രൂപ്പിന് തിരിച്ചടിയാകുന്ന ഗുരുതരമായൊരു കണ്ടെത്തൽ നടത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ്. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഗൗതം അദാനി അല്ല ഇത്തവണ പ്രതിസ്ഥാനത്തുള്ളത്. പകരം അദ്ദേഹത്തിന്റെ അനന്തരവനും നിരവധി അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഡയറക്ടറുമായ പ്രണവ് അദാനിക്കെതിരെയാണ് സെബിയുടെ കണ്ടെത്തൽ. ഓഹരി വിപണിയിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്നൊരു പരിപാടിയുണ്ട്. ഏതെങ്കിലും ബിസിനസ് ഗ്രൂപ്പിന്റെ സുപ്രധാനമായ നീക്കങ്ങൾ പുറത്തുള്ളവർക്ക് ചോർത്തി നൽകുക. അത് മുൻകൂട്ടി കണ്ടുള്ള ഓഹരി ഇടപാടുകൾ നടത്തി ലാഭമുണ്ടാക്കാൻ സഹായിക്കുകയാണ് ലക്ഷ്യം. പ്രണവ് അദാനി ഇത്തരത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ബിസിനസ് നീക്കങ്ങൾ ബന്ധുക്കൾക്ക് ചോർത്തി നൽകിയെന്നാണ് സെബി കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദീകരണം തേടി കഴിഞ്ഞ വർഷമാണ് സെബി പ്രണവിന് കത്തയച്ചത്. ഈ കത്തിന്റെ വിവരങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അദാനി എന്റർപ്രൈസസ് എന്ന കമ്പനിയിൽ ഡയറക്ടറും ആഗ്രോ ഓയിൽ ഗ്യാസ് വിഭാഗത്തിൽ മാനേജിംഗ് ഡയറക്ടറുമാണ് പ്രണവ് അദാനി. 2021 സെബി ചൂണ്ടിക്കാട്ടുന്ന വിവാദമായ സംഭവം നടന്നത്. സോഫ്റ്റ് ബാങ്കിന്റെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന SB എനർജി ഹോൾഡിംഗ്സ് എന്ന കമ്പനിയെ അദാനി ഗ്രീൻ ഏറ്റെടുക്കുന്നത് അന്നാണ്. ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഏറ്റെടുക്കലായിരുന്നു അത്. ഈ നീക്കത്തിന് മുന്നോടിയായി കുനാൽ ഷാ, നൃപുൽ ഷാ എന്നിങ്ങനെയുള്ള 2 ബന്ധുക്കൾക്ക് പ്രണവ് വിവരങ്ങൾ ചോർത്ത് നൽകിയെന്നാണ് കണ്ടെത്തൽ. കമ്പനിയുടെ നീക്കങ്ങൾ നേരത്തെ അറിഞ്ഞാൽ ഓഹരി വിലയിലെ ചാഞ്ചാട്ടങ്ങൾ മുൻകൂട്ടി കണക്കുകൂട്ടി അതിനനുസരിച്ചുള്ള ട്രേഡിംഗ് നടത്താൻ സാധിക്കും. ഓഹരി വില കൂടുമോ കുറയുമോ എന്നെല്ലാം മനസ്സിലാക്കാനുമാകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്കകത്തുള്ളവർ തന്നെ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. പ്രണവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുനാലും നൃപുലും ചേർന്ന് ഓഹരി വ്യാപാരത്തിലൂടെ 90 ലക്ഷം രൂപ അനധികൃതമായി സമ്പാദിച്ചുവെന്നാണ് കണ്ടെത്തൽ. സെബിയുടെ കണ്ടെത്തലുകൾ പ്രണവ് അദാനി നിഷേധിച്ചിട്ടില്ല. വിഷയം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചത്. നിയമം ലംഘിച്ചെന്ന ആരോപണം തള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെറ്റിൽമെന്റിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് അദാനിയുമായി അടുത്തൊരു വൃത്തം റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ വൈദ്യുതി വിതരണ കരാറുകൾ സ്വന്തമാക്കാൻ കൈക്കൂലി നൽകിയതിനും US നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിനും ഗൗതം അദാനിക്കും 2 അദാനി എക്സിക്യൂട്ടീവുകൾക്കുമെതിരെ കഴിഞ്ഞ വർഷം US അധികൃതർ കേസെടുത്തിരുന്നു. എന്നാൽ അദാനി ഗ്രൂപ്പ് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. 2023 ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് കമ്പനിയായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഓഹരി മൂല്യത്തിൽ കൃത്രിമം കാണിച്ച് തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പ്രധാന വെളിപ്പെടുത്തൽ. ടാക്സ് ഫ്രീ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ രൂപീകരിച്ച് ഓഹരി മൂല്യം പെരുപ്പിച്ച് കാണിക്കുകയും നിക്ഷേപ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നുവെന്നായിരുന്നു കണ്ടെത്തൽ. റിപ്പോർട്ട് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ സുപ്രീം കോടതി ഇടപെട്ടു. ഇന്ത്യൻ മാർക്കറ്റ് റെഗുലേറ്റർമാരായ സെബിയെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഏതാനും മാസങ്ങൾ കൊണ്ട് അന്വേഷണം നടത്തി അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു സെബി ചെയ്തത്. പിന്നാലെ കഴിഞ്ഞ ജൂലൈയിൽ ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിൽ അന്നത്തെ സെബി അധ്യക്ഷയ്ക്ക് ഓഹരി ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. മാധവി ബുച്ചിനും ഭർത്താവ് ധവാൽ ബുച്ചിനും മൗറീഷ്യസിലും ബർമുഡയിലും നിക്ഷേപമുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിനു പുറമെ ചെയർപേഴ്സണായി ചുമതലയേറ്റയുടൻ മാധവിയെ സന്ദർശിക്കാൻ അദാനി സെബി ഓഫീസിലെത്തിയതും ദുരൂഹത ഉണർത്തുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യത്തെ പ്രധാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലൊന്നായ സെബിയെ ഒരു ശതകോടീശ്വരന് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്ന തരത്തിൽ വലിയ ആക്ഷേപമുയർന്നു. സെബിയും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ചു. ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലാണ് ഇക്കഴിഞ്ഞ മാർച്ച് 1 മാധവി ബുച്ച് സ്ഥാനമൊഴിയുന്നതും തുഹിൻ കാന്ത പാണ്ഡെ പുതിയ ചെയർമാനായി സ്ഥാനമേൽക്കുന്നതും.